إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا أما بعد أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى في قرآنه الكريم بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا صدق الله العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ തഖ്വ ചെയ്ത് അവൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഏറ്റവും നല്ല രീതിയിൽ തഖ്വ ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ജുമുഅക്ക് വേണ്ടി നാം ഇവിടെ ഒരുമിച്ച് കൂടിയതിനെ സ്വാലിഹായ അമലായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളെയും അള്ളാഹു നമ്മിൽ നിന്നും ഖബൂലാക്കുമാറാകട്ടെ. നമുക്ക് വന്നുപോയ പിഴവുകൾ അള്ളാഹു അവൻ്റെ കരുണ കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള ജീവിതകാലം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ അവനെ തഖ്വ ചെയ്തുകൊണ്ട് അവൻ്റെ അനുസരണയിലായി ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ആളുകളുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ ഹലാലായ ആഗ്രഹങ്ങളെ നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഉമ്മ മരണപ്പെട്ടു പോയ മക്കള് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവരുടെ ഖബറിടത്തെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കുടുംബത്തിന് അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്യുമാറാകട്ടെ. അവർക്കും നമുക്കുമൊക്കെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ പള്ളിയിലേക്ക് സ്വതഖ ചെയ്തുകൊണ്ട് അസുഖബാധിതനായ നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട വളരെയധികം ബന്ധമുള്ള ഒരു സഹോദരൻ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു ആ സ്വതഖയെ ഖബൂലാക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ അസ്സദഖതു റദ്ദുൽ ബലാ, സ്വതഖ അത് പരീക്ഷണങ്ങളെയും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്കുണ്ടാകുന്ന പരീക്ഷണങ്ങളെ തട്ടിമാറ്റുമെന്നാണ്. അള്ളാഹു ആ സദഖ കബൂലാക്കിക്കൊണ്ട്
ആ സഹോദരന് ഉണ്ടായ ബുദ്ധിമുട്ടിൽ നിന്നും അള്ളാഹു എത്രയും പെട്ടെന്ന് ആജിലായ മുസ്തമിറായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെയും നമ്മുടെ ബന്ധുമിത്രാദികളെയും ഒക്കെ അള്ളാഹു അസുഖങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നുമൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈമാനോടുകൂടി അള്ളാഹുവിന് തൃപ്തിയുള്ള സമയത്ത് മരണപ്പെടാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പാടെ ഉപേക്ഷിക്കുകയും വളരെ ഗൗരവത്തോടുകൂടി എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മാറ്റി നിർത്തുകയും ചെയ്യേണ്ട രണ്ട് ഗുണങ്ങളാണ് ഗീബത്തും നമീമത്തും. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായി പറയുകയുണ്ടായി. നമ്മെ സംബന്ധിച്ചിടത്തോളം, കേരളക്കാരായ അല്ലെങ്കിൽ ഇന്ത്യക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മുമ്പിൽ ഇനിയുള്ള ചില കാലങ്ങൾ, ചില ദിവസങ്ങൾ ഈ ദുഷിച്ച ഗുണങ്ങൾ ഒരുപാട് വർദ്ധിക്കാനിടയുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും വരുന്ന ദിവസങ്ങളാണ്. അഥവാ തെരഞ്ഞെടുപ്പ് കാലഘട്ടം അടുക്കുമ്പോൾ ഇത്തരത്തിൽ സ്വന്തം പാർട്ടിയെ ജയിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി പലപ്പോഴും സത്യമല്ലാത്ത കാര്യങ്ങൾ പലരിൽ നിന്നും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള സംസാരങ്ങൾ, അത്തരത്തിലുള്ള പ്രവണതകൾ നമ്മിൽ നിന്നും ഉണ്ടാകാതെ നാം വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. ഒരു മുസ്ലിം എന്ന നിലയിൽ ഇന്ത്യ എന്നുള്ള ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ നിയമങ്ങളും ഈ രാജ്യത്തിലെ എല്ലാവിധ ഈ രാജ്യത്തിന്റെ പുരോഗതിക്കും വേണ്ടി പ്രയത്നിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അത്തരത്തിൽ ഒരു മുസ്ലിം എന്ന നിലയിൽ ജനാധിപത്യപരമായ പ്രക്രിയകളിൽ ഇടപെടുകയും തനിക്കും തൻ്റെ നാടിനുമൊക്കെ ഉപകാരം ചെയ്യുന്ന നല്ല ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാനുള്ള നമ്മുടെ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. ഇനി വരുന്ന തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ഇടപെടുമ്പോൾ നമ്മൾ നമ്മുടെ ദീനിന് കോട്ടം തട്ടാത്ത രീതിയിലുള്ള ഇടപെടലുകളായിരിക്കണം അവിടെയൊക്കെ നടത്തേണ്ടത്. ഭരണീയരായാലും ഭരണാധികാരികളായാലും ഒക്കെ അവിടെയൊക്കെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെയും ഷിആറുകളെയും അതിൻ്റെ നിയമങ്ങളെയും ഒക്കെ പാലിച്ചുകൊണ്ട് എങ്ങനെ ഇടപെടണമെന്ന് നമുക്ക് മുൻഗാമികളായ സലഫു സ്വാലിഹുകൾ കാണിച്ചു തന്നിട്ടുണ്ട്. ആ ഒരു പാത പിൻപറ്റാൻ ഭരണകർത്താക്കൾക്കും ഭരണീയർക്കുമൊക്കെ സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ ആഖിറത്തിനെ തകർക്കുന്ന രൂപത്തിലുള്ള ഒരു രാഷ്ട്രീയപരമായ പ്രവർത്തനമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഗതികളോ നമ്മിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ദുനിയവിയായ ഏത് കാര്യത്തിൽ ഇടപെടുമ്പോഴും അവിടെയൊക്കെ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് അവിടെ ദീനിന്, തൻ്റെ ആഖിറത്തിന് കോട്ടം തട്ടുന്നുണ്ടോ എന്നതാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പാർട്ടിക്ക് വേണ്ടി നമ്മൾ ഇടപെടലുകൾ നടത്തുമ്പോൾ, നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് സത്യത്തെ മാറ്റി നിർത്തേണ്ടി വരുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ നമ്മളുടെ ആഖിറത്തിന് കോട്ടം തട്ടുന്ന രീതിയിലുള്ള ഒരു അവസ്ഥ അതൊരിക്കലും നമ്മൾക്ക് ഉണ്ടാകാൻ പാടില്ല. മറ്റുള്ളവരുടെ ദുനിയാവിന് വേണ്ടി നമ്മളുടെ ആഖിറത്തെ നമ്മൾ കളയുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അതിലേറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മിൽ നിന്നും മറ്റുള്ളവരെ കുറിച്ച് മോശമായി എന്തെങ്കിലും സംസാരങ്ങൾ വരുന്നുണ്ടോ എന്നതാണ്. ഗീബത്തും നമീമത്തും വളരെയധികം ഗൗരവമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ചും രാഷ്ട്രീയപരമായ പൊതുപ്രവർത്തനങ്ങളിലൊക്കെ ഇടപെടുന്നവരെ സംബന്ധിച്ച് അവരേറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട
ഒരു വിപത്താണ് ഗീബത്തും നമീമത്തും എന്ന് പറയുന്നത്. എതിരാളികളെ കുറിച്ച് അവരെ ഇകഴ്ത്തി കാണിക്കാൻ അല്ലെങ്കിൽ അവരെ തോൽപ്പിക്കാൻ, സ്വന്തം പാർട്ടിക്ക് ജയമുണ്ടാക്കാൻ വേണ്ടി സത്യമല്ലാത്ത എന്ത് വാർത്തകളും വിളിച്ചു പറയുന്ന ഒരു അവസ്ഥ ഒരു മുസ്ലിമിന് ഒരിക്കലും യോജിച്ചതല്ല. ഗീബത്തും നമീമത്തും പോലെ പുതിയ കാലഘട്ടത്തിൽ വളരെയധികം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രവണതയാണ് ലൈംഗികമായ ആരോപണം ഉന്നയിക്കുക എന്നത്. അത് ആണിനെതിരെയുമുണ്ട്, പെണ്ണിനെതിരെയുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുഅ്മിനായ വ്യക്തിയെ അല്ലെങ്കിൽ ഒരു മുസ്ലിമായ വ്യക്തിയെ ആരോപണം ഉന്നയിക്കുക, അതിൽ തന്നെ ലൈംഗികമായ രീതിയിലുള്ള ആരോപണം ഉന്നയിക്കുക എന്നത് വളരെയധികം ഗൗരവത്തിൽ കാണുകയും പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തു നൂറിന്റെ ആരംഭത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്. ഒരു മുഅ്മിനായ സ്ത്രീയെക്കുറിച്ച് ആരെങ്കിലും അത്തരത്തിൽ പറയുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വലിയ ശിക്ഷകളെ കുറിച്ച് അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയൊക്കെ നമ്മൾ ഒരുപാട് ഉപയോഗിക്കുകയും അതിലുള്ള വാർത്തകൾ അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കാതെ പലപ്പോഴും അത് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ പാർട്ടിക്ക് ഗുണമുള്ളതാണെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ഒരു പ്രവണത പലപ്പോഴും ഉണ്ടാകാറുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് വരുന്ന വാർത്തകൾ അത് സത്യമാണോ അതിന്റെ നിജസ്ഥിതി പരിശോധിക്കാനും അതിനുശേഷം മാത്രം അത് മറ്റുള്ളവരോട് പങ്കുവെക്കാനും നമ്മളോട് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലും നമുക്കത് ഒരുപാട് കാണുവാൻ സാധിക്കും. കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. ഒരു മനുഷ്യൻ അവനൊരു കള്ളനായി തീരാൻ അവന് ഏറ്റവും മതിയായതാണ് അവൻ കേട്ട കാര്യങ്ങളെല്ലാം അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കാതെ മറ്റുള്ളവരോട് പറയുക എന്നത്. അതുകൊണ്ട് അത്തരത്തിൽ നമ്മളിലേക്ക് വാർത്തകൾ വരുമ്പോൾ അത് പരിശോധിച്ചുകൊണ്ട് അത് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമായിരിക്കണം. അതിന് സത്യമാണെങ്കിൽ പോലും അത് മറ്റുള്ളവരുടെ അഭിമാനത്തിന് മുറിവേൽപ്പിക്കുന്ന തരത്തിൽ മോശമായതാണെങ്കിൽ അതിൽ നിന്നൊക്കെ വിട്ടുനിൽക്കേണ്ടത് ഒരു സത്യവിശ്വാസിയുടെ കടമയാണ്. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ, ഒരു മനുഷ്യന്റെ ഇസ്ലാമിന്റെ നല്ല വശത്തിൽപ്പെട്ടതാണ്, അതിന്റെ സുന്ദരമായ വശത്തിൽപ്പെട്ടതാണ് തുർക്കുഹു മാ ലാ യഅനി, അവന് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്നൊക്കെ അവൻ വിട്ടുനിൽക്കുക, അതിനെ ഉപേക്ഷിക്കുക എന്നത്. അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ നിന്നൊക്കെ അകലം പാലിച്ചുകൊണ്ട് ഒരു മുസ്ലിം അവന്റെ ഇസ്ലാമിനെയും ഈമാനിനെയും സംരക്ഷിക്കേണ്ടതുണ്ട്. അസ്മാ ബിൻത് യസീദ് റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, അഫലാ ഉഖ്ബിറുക്കും ബിശറാരിക്കും, നിങ്ങളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട ഷർറായ ആളുകൾ ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, അൽ മശാഊന ബിൻ നമീമ അൽ മുഫ്സിദൂന ബൈനൽ അഹിബ്ബ അൽ ബാഗൂന അൽ ബുർആ അൽ അനത. അൽ മശാഊന ബിൻ നമീമ, നമീമത്ത് കൊണ്ട് ഒരുപാട് സഞ്ചരിക്കുകയും അതുമൂലം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നവരാണ്. അൽ മുഫ്സിദൂന ബൈനൽ അഹിബ്ബ, പരസ്പരം ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന മറ്റൊരാളെ കുറിച്ച് മോശമായ യാതൊരു ചിന്തയും മനസ്സിൽ വെക്കാതെ നല്ല രൂപത്തിൽ കഴിഞ്ഞു പോകുന്ന ആളുകളുടെ ഇടയിൽ ഫസാദ് ഉണ്ടാക്കുക, മോശമായ ചിന്തകൾ ഉണ്ടാക്കുക, അങ്ങനെയുള്ള കൂട്ടരാണ്. വൽബാഗൂന അൽ ബുർആ അൽ അനത, നിരപരാധികളായ മനുഷ്യരുടെ നാശത്തെക്കുറിച്ച് ആലോചിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഷർറായ ഏറ്റവും മോശപ്പെട്ട ആളുകളെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി. അതുപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഗീബത്ത് എന്താണെന്നും അതിന്റെ ശിക്ഷകൾ എന്താണെന്നും ഒക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിന്റെ രാത്രിയിൽ സഞ്ചരിക്കുന്ന സമയത്ത് സ്വന്തം നഖങ്ങൾ ചെമ്പിന്റെ നഖങ്ങൾ കൊണ്ട് സ്വന്തം മുഖവും മാറുമൊക്കെ മാന്തിപ്പൊളിക്കുന്ന ആളുകളെ കണ്ടപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അവരെ കുറിച്ച് ചോദിക്കുകയുണ്ടായി. ആ ആളുകൾ
മറ്റുള്ളവരെ കുറിച്ച് ഗീബത്ത് പറയുകയും മറ്റുള്ളവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ ആയിരുന്നു എന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മറുപടി കൊടുത്തത്. വലാ യദ്ഖുലുൽ ജന്നത നമ്മാമുൻ, ഏഷണി പറയുന്ന ആള് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇസ്രായിലൂടെ പറയുന്നുണ്ട്, വഖുൽ ഇബാദി യഖൂലു ലതി ഹിയ അഹ്സൻ ഇന്നശ് ശൈത്വാന യൻസഗു ബൈനഹും ഇന്നശ് ശൈത്വാന കാന ലിൽ ഇൻസാനി അദുവ്വൻ മുബീന. എൻ്റെ അടിമകളായ ആളുകളോട് നിങ്ങൾ പറയണം, യഖൂലു ലതി ഹിയ അഹ്സൻ, അവർ സംസാരിക്കുന്ന സമയത്ത് ഏറ്റവും നല്ല വാക്കുകൾ സംസാരിക്കുകയും അങ്ങനെ മറ്റുള്ളവരോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുകയും ചെയ്യണമെന്ന് എൻ്റെ അടിമകളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പുമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് സ്ത്രീ പ്രാതിനിധ്യം വളരെയധികം കൂടുതലാണ്. സ്ത്രീ ശാക്തീകരണത്തിന്റെ പേരിൽ ഒരുപാട് സ്ത്രീകൾ പൊതു ഇടങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അത്തരത്തിൽ പൊതു ഇടങ്ങളിലേക്ക് സ്ത്രീകൾ കടന്നു വരുമ്പോൾ പരിശുദ്ധമായ ഇസ്ലാമിന്റെ എല്ലാവിധ ചിഹ്നങ്ങളും പാലിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ വസ്ത്രധാരണങ്ങളുമൊക്കെ ഉപേക്ഷിക്കുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. അത് വളരെയധികം നമ്മൾ ഗൗരവത്തോടു കൂടി കാണേണ്ട കാര്യമാണ്. സ്ത്രീകൾ അണിഞ്ഞൊരുങ്ങുകയും അന്യപുരുഷന്മാരുടെ കൂടെ ഇടകലരുകയും തനിച്ചാവുകയും അവരെ സ്പർശിക്കുകയും ഒക്കെ ചെയ്യുന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ നബി തങ്ങൾ ഒരുപാട് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത്തരത്തിലുള്ള അവസ്ഥകൾ ഒരു മുസ്ലിമിന് വന്നു ചേരാൻ പാടില്ലാത്തതാണ്. ആ ഒരു മുസ്ലിം അത് വളരെയധികം ഗൗരവത്തോടുകൂടി കാണേണ്ടതാണ്. ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ച് അവൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, പൊതു ഇടത്തിൽ അവൾ ഇടപെടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നൊക്കെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് മുസ്ലിം സ്ത്രീകൾ പഠിക്കുകയും അതിനനുസരിച്ചിട്ടുള്ള ചിട്ടവട്ടങ്ങളോടുകൂടിയാണ് പൊതു ഇടത്തിൽ അവർ ഇടപെടേണ്ടത്. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് നൽകിയ വിപത്ത് എന്ന് പറയുന്നത് അധികാരമോഹത്തെ കുറിച്ചാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അധികാരമെന്ന് പറയുന്നത് അത് വലിയ ഉത്തരവാദിത്തമാണ്. ഒരു വിശ്വാസിക്ക് ഒരിക്കലും അധികാരമോഹം ഉണ്ടാകാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സ്വഹാബാക്കളുടെ ചരിത്രങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ അവരിൽ എപ്പോഴും അധികാരത്തോട് അവർ താല്പര്യമില്ലാത്തവരായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എന്ന് മാത്രമല്ല, അവരെ ഖിലാഫത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തേക്ക് ഗവർണറായിട്ടോ ഒക്കെ നിശ്ചയിക്കുമ്പോൾ അവരതിൽ നിന്നും അവരുടെ കഴിവിന്റെ പരമാവധി അവർ മാറി നിൽക്കാൻ ശ്രമിക്കുന്ന ചരിത്രങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി, ഇന്നകും സതഹ്രിസൂന അലൽ ഇമാറ വസതകൂനു നദാമതൻ യൗമൽ ഖിയാമ. തീർച്ചയായും നിങ്ങൾ അങ്ങേയറ്റം അധികാരത്തോട് അത്യാഗ്രഹമുള്ളവരായിരിക്കുന്നതാണ്. വസതകൂനു നദാമതൻ വഹസ്റതൻ യൗമൽ ഖിയാമ. എന്നാൽ അതിന്റെ മുറപ്രകാരം നിർവഹിച്ചിട്ടില്ല എങ്കിൽ, അതിലൂടെ നിങ്ങൾക്കുള്ള ഉത്തരവാദിത്വം നിങ്ങൾ പൂർത്തിയായി ആക്കിയിട്ടില്ല എങ്കിൽ അത് ഖിയാമത്ത് നാളിൽ വളരെയധികം ഖേദത്തിനും നിന്ദ്യതക്കും കാരണമാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി. ഒരിക്കൽ അബൂദർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല സഹാബാക്കളെയും പല പ്രവിശ്യകളുടെയും ഗവർണർമാരായി നിയമിച്ചപ്പോൾ അബൂദർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, അലാ തസ്തഅമിലുനി, നബിയെ എന്നെ നിങ്ങൾ ഗവർണറാക്കി നിശ്ചയിക്കുന്നില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അദ്ദേഹത്തിന്റെ ചുമലിൽ തട്ടിക്കൊണ്ട് അദ്ദേഹം തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ഫളറബ ബിയദിഹി അലാ മൻകിബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈകൊണ്ട് എന്റെ ചുമലിൽ തട്ടിക്കൊണ്ട് എന്നോട് പറഞ്ഞു, യാ അബാദർ ഇന്നക ദഈഫുൻ, തീർച്ചയായും നീ അതിന് ബലഹീനനാണ്. വ ഇന്നഹ അമാന, അത് വലിയ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിന് നിനക്ക് ബലഹീനതയുണ്ട്. വ ഇന്നഹ യൗമൽ ഖിയാമത്തി ഖിസ്യുൻ വ നദാമത്തുൻ, ആ ഭരണമെന്നുള്ള ഉത്തരവാദിത്തം അത്
ഖിയാമത്ത് നാളിൽ നിന്ദതയും അപമാനവുമാണ്. ഇല്ലാ മൻ അഖദഹ ബിഹഖ്ഖിഹാ വഅദ്ദല്ലദി അലൈഹി ഫീഹാ, അത് അതിന്റെ യഥാവിധത്തിൽ ഏറ്റെടുക്കുകയും തന്റെ മേൽ ബാധ്യതയായത് നിറവേറ്റുകയും ചെയ്തവരൊഴികെ ബാക്കിയുള്ളവർക്കെല്ലാം അത് ഖിയാമത്ത് നാളിൽ വളരെ വലിയ നിന്ദതക്കും അപമാനത്തിനും കാരണമാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് പറയുകയുണ്ടായി. മഅഖിൽ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, മാ മിൻ അബ്ദിൻ യസ്തറഈഹില്ലാഹു റഈയതൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും ഒരു സമുദായത്തിന് ആർക്കെങ്കിലും ഭരണത്തിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ യൗമ യമൂതു വഹുവ ഗാശുൻ ലിറഈയതിഹി ഇല്ലാ ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അങ്ങനെ അവൻ ആ ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ പൂർത്തിയാക്കാതെ അവന്റെ കീഴിലുള്ള ആ ജനങ്ങളോട് വഞ്ചന കാണിക്കുകയാണെങ്കിൽ ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സ്വർഗം ഹറാമാക്കുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും പോലെയുള്ള മഹാന്മാരായ സ്വഹാബികളൊക്കെ തന്നെ അവരുടെ ഖിലാഫത്ത് ഏറ്റെടുക്കാൻ വേണ്ടി ആദ്യം മറ്റുള്ള സ്വഹാബാക്കൾ കൂടിയാലോചിച്ചുകൊണ്ട് അവരെ ആ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുമ്പോൾ അവരതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ വേണ്ടിയാണ് പരിശ്രമിച്ചിരുന്നത്. കാരണം ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതോടുകൂടി അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ സൂക്ഷിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പല രോഗങ്ങളും മാനസികമായ പല രോഗങ്ങളും പിടിപെടാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഭരണമെന്ന് പറയുന്നത്. അത്തരത്തിലുള്ള മാനസികമായ രോഗങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെക്കുറിച്ച് വളരെയധികം നമ്മളോട് മുന്നറിയിപ്പ് നൽകിയത്. നാലാമതായി, ഇനി അത്തരത്തിൽ ഒരു ഉത്തരവാദിത്വത്തിലേക്ക് ആരെങ്കിലും എത്തിച്ചേർന്നാൽ അവിടെ എങ്ങനെയായിരിക്കണം പെരുമാറേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നബി തങ്ങളുടെ ശേഷം വന്ന ഖുലഫാഉർ റാഷിദുകളും മറ്റുള്ള സ്വഹാബിമാരും ഒക്കെ എങ്ങനെയാണ് ഭരണം നിർവഹിക്കേണ്ടതെന്നും ആ ഉത്തരവാദിത്വം എങ്ങനെയാണ് ഭംഗിയായി പൂർത്തിയാക്കേണ്ടതെന്നും അവരുടെ ചരിത്രത്തിൽ നിന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഒരു ഭരണ നേതൃത്വത്തിലാണെങ്കിൽ പോലും അവിടെ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാക്കിക്കൊണ്ട് മറ്റുള്ള ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും നാളെ പ്രതിഫലം ലഭിക്കുന്ന വലിയ അമലായി മാറുന്നതാണ്. ഏതൊരു കാര്യമാണെങ്കിലും എന്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുകയാണെങ്കിലും അതിലൊക്കെ ലോകമാന്യതയും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ ദുന്യവിയായ ആഗ്രഹങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് തന്റെ നീയത്തിനെ ഇഖ്ലാസ് ഉള്ളതാക്കി മാറ്റുകയാണെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും പ്രതിഫലം ലഭിക്കുന്ന പ്രവർത്തനങ്ങളായി മാറുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി, മൻ സമ്മഅ സമ്മഅ അല്ലാഹു ബിഹി വമൻ റഅ റഅ അല്ലാഹു ബിഹി, ആരെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി ഇത്തരത്തിലുള്ള സേവനങ്ങൾ ചെയ്യുമ്പോൾ അത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി മറ്റുള്ളവരെ കേൾപ്പിക്കാൻ വേണ്ടി ചെയ്യുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് അത് നൽകുന്നതാണ്. എന്നാൽ ആഖിറത്തിൽ അവൻ അതിന്റെ പേരിൽ യാതൊരു പ്രതിഫലവും ഉണ്ടായിരിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പൊള്ളയായ വാഗ്ദാനങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്ന വിഷയമാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പലരും അവരുടെ വിജയം ഉറപ്പാക്കാൻ വേണ്ടി പല രീതിയിലുള്ള വാഗ്ദാനങ്ങളും നൽകാറുണ്ട്. എന്നാൽ തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ ആ വാഗ്ദാനങ്ങൾ പരമാവധി പൂർത്തിയാക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ അത് കപട വിശ്വാസിയുടെ ലക്ഷണമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ആയത്തുൽ മുനാഫിഖി സലാസ്, ഒരു മുനാഫിഖിന്റെ കപട വിശ്വാസിയുടെ അടയാളം എന്ന് പറയുന്നത് 3 എണ്ണമാണ്. ഇദാ ഹദ്ദസ കദബ വഇദാ വഅദ അഖ്ലഫ വഇദാ തുമിന ഖാന. ഇദാ ഹദ്ദസ കദബ, അവൻ സംസാരിക്കാൻ ആരംഭിച്ചാൽ കളവ് പറയും. വഇദാ വഅദ അഖ്ലഫ, എന്തെങ്കിലും വാഗ്ദാനങ്ങൾ നൽകിയാൽ അത് ലംഘിക്കും. വഇദാ തുമിന ഖാന, എന്തെങ്കിലും കാര്യങ്ങൾ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ടാൽ അവൻ അതിൽ വഞ്ചന കാണിക്കും. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകാതെ ഓരോ തെരഞ്ഞെടുക്കപ്പെടുന്നവരും അവരുടെ ഭരണ രംഗത്ത് പ്രവർത്തിക്കേണ്ടതുണ്ടെന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്.
അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം പൂർത്തീകരിക്കുന്നതിനെ സംബന്ധിച്ച് ഖുർആനിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. വഔഫു ബിൽ അഹ്ദി ഇന്നൽ അഹ്ദ കാന മസ്ഊല. നിങ്ങൾ ചെയ്യുന്ന വാഗ്ദാനങ്ങളെ നിങ്ങൾ പൂർത്തിയാക്കണം. ഇന്നൽ അഹ്ദ കാന മസ്ഊല. തീർച്ചയായും ആ വാഗ്ദാനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് ചോദിക്കുന്നതാണ്. ومنهم من عاهد الله لئن آتانا من فضله لنصدقن ولنكونن من الصالحين. ചില ആളുകളെ സംബന്ധിച്ച് അവർ ചെയ്ത വാഗ്ദാനത്തെ സംബന്ധിച്ച് അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്. അവർ അല്ലാഹുവിനോട് വാഗ്ദാനം ചെയ്തു, ഞങ്ങൾക്ക് സമ്പത്ത് ലഭിക്കുകയാണെങ്കിൽ, അല്ലാഹു അവന്റെ ഔദാര്യത്തിൽ നിന്നും ഞങ്ങൾക്ക് നൽകുകയാണെങ്കിൽ ഞങ്ങൾ അതിനെ ചിലവാക്കുകയും ദീനിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങളിൽ അതിനെ വിനിയോഗിക്കുകയും വലനകൂനന്ന മിനസ് സ്വാലിഹീൻ, ഞങ്ങൾ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുമെന്ന് അവർ പറഞ്ഞു. ഞങ്ങൾക്ക് സമ്പത്തില്ലാത്തതിന്റെ പേരിലാണ് ഞങ്ങൾക്ക് അത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ കഴിയാത്തതെന്ന് അവർ പറയുകയുണ്ടായി. ഫലമ്മാ ആതാഹും മിൻ ഫദ്ലിഹി, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവന്റെ ഔദാര്യത്തിൽ നിന്നും നൽകുമ്പോൾ ബഖിലൂ ബിഹി വതവല്ലൗ വഹും മുഅ്രിദൂൻ, അവർ പിശുക്ക് കാണിക്കുകയും അവർ അതിനെ യാതൊരു തരത്തിലുള്ള പരിഗണനയും നൽകാതെ തിരിഞ്ഞു കളയുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുമെന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. ഫഅഖബഹും നിഫാഖൻ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിൽ കപടതയാണുള്ളത് എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. ബിമാ അഖ്ലഫുല്ലാഹ ബിമാ വഅദൂഹു വബിമാ കാനൂ യക്ദിബൂൻ, അല്ലാഹുവിനോട് ചെയ്ത വാഗ്ദാനം അവർ ലംഘിച്ചതിന്റെ പേരിലും അവർ കളവ് പറഞ്ഞതിന്റെ പേരിലും ആഖിറത്തിൽ അവർക്ക് വലിയ ശിക്ഷ ഉണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും ഉണ്ടാകാതെ നല്ല രൂപത്തിലുള്ള പെരുമാറ്റങ്ങളായിരിക്കണം ഒരു മുസ്ലിമിന്റെ ഭാഗത്ത് നിന്ന് തിരഞ്ഞെടുപ്പ് കാലമായാലും അതല്ലാത്ത കാലമായാലും ഉണ്ടാകേണ്ടത്. തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകിച്ചും അതിൽ വലിയ ശ്രദ്ധയുണ്ടാകണമെന്ന് നമുക്ക് ഈ ആയത്തുകളിൽ നിന്നും ഹദീസുകളിൽ നിന്നുമൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏറ്റവും നല്ല രൂപത്തിൽ പൊതു ഇടങ്ങളിൽ ഇടപെടാനും ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിൽ പറയുന്നുണ്ട്, ഒരു അടിമ അവൻ അള്ളാഹുവിന്റെ മറ്റൊരു അടിമക്ക് വേണ്ടി എന്തെങ്കിലും ആവശ്യത്തിന് അവന്റെ സമയത്തെ മാറ്റിവെക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എത്രത്തോളം സമയമാണോ മാറ്റിവെക്കുന്നത് അപ്പോഴൊക്കെ ആ അടിമയുടെ സഹായത്തിലായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത്തരത്തിൽ മറ്റുള്ളവരെ പരിഗണിക്കാനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും കഴിയുന്ന നല്ല പൊതുപ്രവർത്തകരാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും മുസ്ലിം ഉമ്മത്തിലുള്ള എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റുമാറാകട്ടെ. അതുപോലെ സാന്ദർഭികമായി ഓർമ്മിപ്പിക്കാനുള്ള മറ്റൊരു കാര്യം, SIR-ന്റെ പ്രവർത്തനങ്ങൾ അത് അവസാനത്തിലേക്ക് എടുക്കുകയാണ്. അടുത്ത വ്യാഴാഴ്ചയാണ് അതിന്റെ അവസാനത്തെ ദിവസം. അത് ചെയ്തു പൂർത്തിയാക്കാത്തവരുണ്ടെങ്കിൽ അത് അവസാനത്തിലേക്ക് വെക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ അത് പൂർത്തിയാക്കണം. തൊട്ടടുത്ത് വരുന്ന ദിവസങ്ങളിൽ തന്നെ അത് പൂർത്തിയാക്കുകയും അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും അതിലെന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെ ഉത്തരവാദിത്തപ്പെട്ടവരുമായി കണ്ടുകൊണ്ട് അത് ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. അതിൽ നമ്മൾ അലസത കാണിക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ രാജ്യത്തുള്ള ഏറ്റവും വലിയ ഒരു അവകാശമായ വോട്ടവകാശം നമ്മിൽ നിന്നും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞതിലുപരി കേട്ടതിലുപരി നല്ല കാര്യങ്ങൾ അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.